ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് നോട്ടിഫിക്കേഷനാണ്. ഒന്ന് നമ്മുടെ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെയും രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയുടെയും ആണ് വന്നിരിക്കുന്നത്. രണ്ട് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ദി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പറയും കേട്ടോ. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസും കാണാൻ പറ്റും. മെമ്പർഷിപ്പ് എടുത്താൽ നമ്മുടെ ചാനലിൽ ജോയിൻ എന്നുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ടായാലും ക്ലിക്ക് ചെയ്താൽ മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ദി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെതാണ്. 9/7/2026 വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. പെർമനൻറ്റ് വേക്കൻസിയാണ് കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പെർമനൻറ്റ് വേക്കൻസിയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. സ്ഥിര വേക്കൻസിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂലൈ 9 മുതൽ നിങ്ങൾക്ക് ജൂലൈ 24 വരെ സമയമുള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 24 പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇവിടെ കാണാം നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, അസിസ്റ്റൻറ്റ് മാനേജർ, ഒരു വേക്കൻസി അൺറിസർവ്ഡ് പോസ്റ്റാണ്. ഇതിലേക്ക് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു വേക്കൻസിയാണ് വിചാരിച്ച് ഇതാക്കേണ്ട, പലതിനും അത്യാവശ്യം വേക്കൻസി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇത് അൺറിസർവ്ഡ് പോസ്റ്റാണ്. 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് വന്ന ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്, ഹിന്ദിയിലുള്ള PG വേണം, നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഗ്രാജുവേഷൻ ലെവലിൽ വരെ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഹിന്ദിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രൊഫഷൻ്റ് ആയിരിക്കണം എന്നുള്ള സംഭവമാണ് കേട്ടോ. ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ MBA ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ് അത് അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കും. കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത, അത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത, അതായത് എന്തെങ്കിലും വെയിറ്റേജോ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. എക്സ്പീരിയൻസ് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഇത് പോസ്റ്റ് കോഡാണ് കേട്ടോ. ഈ ഒരു കോളത്തിൽ ഇത് 101 അടുത്തത് 102 പോസ്റ്റ് കോഡ് വരുന്നത്. ഇതിൽ അസിസ്റ്റൻറ്റ് മാനേജർ IT ആണ്, ഒരു വേക്കൻസിയാണ്, അൺറിസർവ്ഡ് പോസ്റ്റാണ്, 32 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾക്ക് IT അതല്ലെങ്കിൽ CS, ഓക്കെ, ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലോ ഒന്നല്ല IT-ലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന BE ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി MCA കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. MCA ഉണ്ടെങ്കിൽ MCA മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് BE നിങ്ങൾക്ക് ഈ പറയുന്ന CS-ലോ അതല്ലെങ്കിൽ ഈ IT-ലോ നിങ്ങൾക്ക് BE ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്കൊരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഫ്രഷേഴ്സിന് പറ്റില്ല. ഓക്കെ, ഇനി MCA കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ MBA അതല്ലെങ്കിൽ PGDM കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. MBA അതല്ലെങ്കിൽ PGDM സ്പെഷ്യലൈസേഷൻ IT അല്ലെങ്കിൽ സിസ്റ്റം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ IT അല്ലെങ്കിൽ സിസ്റ്റമിലുള്ള ഈ MBA അതല്ലെങ്കിൽ PGDM കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 50% മാർക്ക് ഉണ്ടായിരിക്കണം, ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 103 പോസ്റ്റ് കോഡ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് മാർക്കറ്റിംഗ് ആണ്. ഇതിൽ 7 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിൽ SC ST അങ്ങനെ OBC EWC ജനറൽ എന്ന് പറഞ്ഞിട്ട് വേക്കൻസിയുടെ കാണാൻ പറ്റും. ഈ ഒരു കോളത്തിനും വേക്കൻസി കാണുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ലോഗ് വേക്കൻസിയാണ്, അതായത് മുൻപത്തെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ ഫില്ലാകാതെ ഒഴിഞ്ഞു കിടക്കുന്ന വേക്കൻസിയാണ്. ഈ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് റെഗുലറിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലുള്ള വേക്കൻസിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് ടോട്ടൽ 8 വേക്കൻസിയാണ്, 30 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾക്ക് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റിലുള്ള MBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MBAക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് മാനേജ്മെൻറ്റിൽ ഏതെങ്കിലും എന്താണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ MBAക്ക് ഇക്വലൻ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് 104 മാനേജ്മെൻറ്റ് ട്രെയിനി അക്കൗണ്ട്സ് ആണ്. 5 വേക്കൻസിയാണ് ടോട്ടൽ. പിന്നെ 3 വേക്കൻസി STക്ക് ബാക്ക്ലോഗ് വേക്കൻസിയും വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം SC ST EWS ജനറലൊക്കെ വേക്കൻസി ഉണ്ട്. 30 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. CA അല്ലെങ്കിൽ CMA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത 105 ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് 50 വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് SCക്ക് 7 STക്ക് 4 അങ്ങനെ റിസർവ് വേക്കൻസി കാണാം. ജനറൽ വേക്കൻസി 20 ഉണ്ട്. അപ്പോൾ 50 വേക്കൻസി 30 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് BSc അഗ്രികൾച്ചറിൽ 50% മാർക്കോടുകൂടി പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി SC ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മാർക്ക് മതി. അടുത്ത ജൂനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ആണ്. 50 വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിലും റിസർവ് വേക്കൻസി കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ 30 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് 50% മാർക്കോടുകൂടി BCom കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ
ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇവിടെയൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യട്ടെ, അതൊക്കെ ഫ്രഷേഴ്സിനുള്ളതാണ്, യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇപ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 45% മതി SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഇനി അത് ജൂനിയർ അസിസ്റ്റൻറ്റ് ജനറലാണ്, 29 വേക്കൻസി, പിന്നെ ഒരു വേക്കൻസി STക്ക് ബാക്ക്ലോഗ് വേക്കൻസി, അങ്ങനെ ടോട്ടൽ 30 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നിങ്ങൾക്ക് 50% മാർക്കോടുകൂടി പാസ്സാണെങ്കിൽ ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ആവശ്യമില്ല. ഇനി SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയിൽ 45% മാർക്കുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും 50% ടോട്ടൽ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എനി ഡിഗ്രി ഉള്ളവർക്ക് എനി ഗ്രാജുവേഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജസ്റ്റ് ഒരു ഡിഗ്രി മതി എന്നുള്ളതാണ് ഈ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, മാക്സിമം അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മറ്റു കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സർവീസ് കണ്ടീഷൻ സ്കെയിൽ ഓഫ് പേ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ ആണെങ്കിൽ അതിന് എത്ര വരും, അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 22,000 മുതൽ 90,000 ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എമൗണ്ടൊക്കെ കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞു. SC ST ആണെങ്കിൽ 5 വർഷം, OBC NC ആണെങ്കിൽ അവർക്ക് 3 വർഷം, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം, പിന്നെ എക്സ് സർവീസ്മാനും അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏജ് റിലാക്സേഷൻ കിട്ടണമെങ്കിൽ റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആണ്, അവർക്ക് റിസർവേഷനിലുള്ള ആ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ SC ST ആണെങ്കിൽ SC ST സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ്, തന്നെ OBC ആണെങ്കിൽ OBC സർട്ടിഫിക്കറ്റ്, OBC NCL സർട്ടിഫിക്കറ്റാണ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനൊക്കെ തയ്യാറാക്കണം കേട്ടോ. ഇനി അപ്ലിക്കേഷൻ ഫീ അത്യാവശ്യം വരുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ടോട്ടൽ 1770 രൂപ വരും. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്ലിക്കേഷൻ ഫീ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ അപേക്ഷത്തിലേക്ക് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ കുറയും എന്നുള്ളതും നമുക്കതിലൂടെ ആശ്വസിക്കാം. നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, വെറുതെ പോയി എഴുതരുത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫീ കൊടുത്താൽ വെറുതെ നമ്മൾ പോയി എഴുതരുത്, അത്രയും വലിയൊരു എമൗണ്ട് ഫീ ഉണ്ട്. പിന്നെ SC ST എക്സ് സർവീസ്മാന് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 590 മതി കേട്ടോ ഫീ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ ഫീ അടയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ 9/7/2026 മുതൽ 24/7/2026 വരെ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ്, അതിൻ്റെ ഫയൽ സൈസ് ഇവിടെ പറയുന്നുണ്ട്. JPG ഫോർമാറ്റ് ആയിരിക്കണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, പിന്നെ 10th സർട്ടിഫിക്കറ്റ്, +2, പിന്നെ എന്തൊക്കെയാണോ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇല്ലാത്തവർ വേണ്ട. ഫ്രഷേഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇനി എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റിലേക്കാണെങ്കിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. എക്സാം സിറ്റി നമുക്ക് കേരളത്തിലൊന്നുമില്ല, ചെന്നൈ ഉണ്ട്, പിന്നെ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, മറ്റു സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പോയിട്ട് എഴുതാവുന്നതാണ്. ഇനി ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ മറ്റേതൊക്കെ നിങ്ങൾ റിജക്റ്റ് ആയി പോകും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന ആ പോസ്റ്റ് ഏതാണെന്ന് നോക്കുക, എന്നിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5 പാർട്ടാണ്ട്, 120 ക്വസ്റ്റ്യൻ, എല്ലാം സ്കീം സെയിം ആണ്. 0.25 മാർക്ക് നെഗറ്റീവ് പിടിക്കും. പിന്നെ അതിൻ്റെ യൂണിറ്റ് 1, 3 ഇതിൽ ഒരു 60 മാർക്ക് വരും ടോട്ടലി. ഓക്കെ, 15 ദെൻ 60 മാർക്ക് ഇവിടെ വരും. ഓക്കെ, പിന്നെ വരുന്നത് യൂണിറ്റ് 5 നമ്മുടെ സബ്ജക്ട് നോളജാണ്. അപ്പോൾ ഹിന്ദി ആയിട്ട് ബന്ധപ്പെട്ട് 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിലും ഇതൊക്കെ 120 സ്കീം സെയിം ആണ്. ഓക്കെ, ഇവിടെ 60 ക്വസ്റ്റ്യൻസ് വരും. അതിൻ്റെ ഏരിയാസ് എവിടെ നിന്നൊക്കെയാണ് വരിക എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സബ്ജക്ട് നോളജിൽ ഒരു 60 വരും കേട്ടോ. ഓക്കെ, ഇതൊക്കെ അതിൽ വരെ സബ്ജക്ട് നോളജിൽ വരുന്നതാണ്. അങ്ങനെ ഓരോ പോസ്റ്റിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനെല്ലാം ഇതാക്കുന്നില്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നിങ്ങളുടെ ഏതാണോ നോക്കുക, അതിനനുസരിച്ച് എന്തൊക്കെയാണ് അതിൽ ചോദിക്കുന്നത് നോക്കുക. സ്കീമൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഒക്കെ 120 ക്വസ്റ്റ്യനാണ് വരിക. അതിൽ 60 നമ്മുടെ കോമൺ ആയിട്ട് കുറച്ച് നിൽക്കൂടെ കാണാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ നോളജൊക്കെ, മറ്റേത് 60 വരും സബ്ജക്റ്റ് നോളജ് കേട്ടോ. ഓക്കെ, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് തരും. ഓക്കെ, അപ്പോൾ അപ്ലൈ നൗ എന്ന് തരുന്ന സമയത്ത് അവിടെ ലിങ്ക് ഇരുന്ന് നിങ്ങൾക്ക് ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ ആയിരിക്കും കേട്ടോ തരിക. ഓക്കെ, ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ അതിലേക്കാണ് നിങ്ങൾ വരിക ആദ്യം. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ കണ്ടത് നിങ്ങൾക്ക് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നിങ്ങൾ ഇതാ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട പേജ് ഓപ്പൺ ആയി വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും മറ്റു ഡീറ്റെയിൽസും ഒക്കെ അതിൽ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഓക്കെ, ഇവിടെ കണ്ടത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാം. ഇവിടെ നമുക്ക് അപ്ലിക്കേഷൻ ഫോം കാണാം. നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം.
ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണാം, ന്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം രജിസ്റ്റർ ഹിയർ. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും. അപ്പോൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ രജിസ്റ്റർ ഹിയർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഫില്ല് ചെയ്ത് വെരിഫൈ ചെയ്ത് നമ്മളങ്ങനെ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ അത്രയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണ്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യ. നിങ്ങൾക്കിവിടെ കാണാം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് 8/7/2026 നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിളിക്കുന്നത്, ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അസിസ്റ്റൻറ്റ് എഡിറ്റർ ഇംഗ്ലീഷ് ഉണ്ട്, 3 വേക്കൻസി. ഇതിൽ റെമ്യൂണറേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. 40 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഡിഗ്രി മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. പക്ഷേ 3 to 4 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമാണെന്നുള്ളതാണ്. ഓക്കെ, ഈ EQ എന്ന് പറയുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ്, DQ എന്ന് പറയുന്നത് ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നമുക്ക് നിർബന്ധമില്ല, എസെൻഷ്യൽ മാത്രം മതി. എസെൻഷ്യലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് കേട്ടോ. മറ്റുണ്ടെങ്കിൽ നല്ലതാണ്, MA ഇംഗ്ലീഷ് MPhil ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, നിർബന്ധമില്ല. അസിസ്റ്റൻറ്റ് എഡിറ്റർ ഇംഗ്ലീഷ് ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് 3 to 4 വർഷം എക്സ്പീരിയൻസ് ആണ് വിഷയത്തിൽ, ഡിഗ്രി മതി. പിന്നെ അസിസ്റ്റൻറ്റ് എഡിറ്റോറിയൽ അസിസ്റ്റൻ്റാണ് ഇംഗ്ലീഷ്. ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി, ഡിഗ്രി മതി അപ്ലൈ ചെയ്യാൻ. പക്ഷേ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത് നിങ്ങൾക്ക് എഡിറ്റോറിയൽ അസിസ്റ്റൻറ്റ് മലയാളം വരുന്നുണ്ട് ലാംഗ്വേജ്. അതിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി, 1 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് വേണം. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഹിന്ദി വരുന്നുണ്ട്. ഓക്കെ, ഡിഗ്രി മതി, മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഓരോരോ വേക്കൻസികളാണ്. ഇപ്പം ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഇട്ടതാണ്. പിന്നെ മറ്റു ലാംഗ്വേജസൊക്കെ കാണാം. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഉണ്ടത് 2 വേക്കൻസി ഉണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, 40 വയസ്സിൽ അപ്ലൈ ചെയ്യാം, മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ് മേഖലയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇതിലൊരു ഫോം ഉണ്ട്, ഞാൻ കാണിക്കാം. ആ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അഡ്രസ്സിലേക്ക്, ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ന്യൂഡൽഹി പിൻകോഡ്, ഈ ഒരു അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപേക്ഷാ ഫോമോ കാര്യങ്ങളോ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 15 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ആ ഡേറ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അപേക്ഷാ ഫോം ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ട ലേറ്റസ്റ്റ് ജോബ്സിൽ, ലേറ്റസ്റ്റ് ജോബ്സിൽ ഈ ഒരു പേജിലാണ് വരിക. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് നാഷണൽ ബുക്ക് ട്രസ്റ്റ് കാണാം. ഇപ്പോൾ ഞാൻ വേറെ പോസ്റ്റ് ഇതിൽ ആഡ് ചെയ്താൽ ഇത് ഇങ്ങോട്ട് താഴോട്ട് വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ ലേറ്റ് ആയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പേജ് നമ്പർ ഉണ്ട് ഇവിടെ, നെക്സ്റ്റ് അടിച്ചിട്ട് അടുത്ത പേജിൽ പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നാഷണൽ ബുക്ക് ട്രസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 23 നമ്മൾ അവിടെ പോസ്റ്റലായിട്ട് നമ്മുടെ അപേക്ഷ അവിടെ എത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 23 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഏറ്റവും താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഓർ അപ്ലിക്കേഷൻ ഫോം എന്നവിടെ കാണാൻ പറ്റും. ഈ അപ്ലിക്കേഷൻ ഫോം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഓപ്പൺ ആയി വരിക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതിൽ തന്നെയാണ് അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്ലിക്കേഷൻ ഫോമും. നമ്മൾ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. താഴോട്ട് വന്നിട്ട് ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കണം കേട്ടോ. ഈ അപ്ലിക്കേഷൻ ഫോം നമ്മൾ പ്രിൻ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ റീസെൻ്റ് ആയ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മളിവിടെ ഒട്ടിച്ച് സെൽഫ് അറ്റസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്, അഡ്വർടൈസ് നമ്പർ, ഡേറ്റ് അതൊക്കെ അതിലുണ്ട്. പിന്നെ നിങ്ങളുടെ പേരൊക്കെ ബ്ലോക്ക് ലെറ്ററിൽ ചെയ്താൽ അതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫോമാണ്, ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് ഫില്ല് ചെയ്യാം. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ 10ാം ക്ലാസ് മുതൽ ഇവിടെ തുടങ്ങണം കേട്ടോ. 10th ആദ്യം കൊടുക്കണം, പിന്നെ +2 അങ്ങനെ എന്താക്കാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആ ലെവലിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ മെട്രിക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ എന്താണോ അതാണ് ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് 10ാം ക്ലാസ് ആണ് 10ാം ക്ലാസ്, +2 ആ ഓർഡറിൽ കൊടുക്കാൻ താഴോട്ട്. എക്സ്പീരിയൻസ് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം, അസെൻഡിങ് ഓർഡറിലാണ് എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത്. പിന്നെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ മറ്റു ഡീറ്റെയിൽസ് കാണാം. പിന്നെ ഇവിടെ നമ്മൾ ഡിക്ലറേഷനൊക്കെ വായിച്ചിട്ട് പ്ലേസ്, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, ഡേറ്റ്, സിഗ്നേച്ചർ, എന്നിട്ട് ഇത് നമ്മൾ പോസ്റ്റൽ കവറിലിട്ടിട്ട് നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താ പറയുക അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.